ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതോ ഒരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കിഡിലൻ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഈ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കണേ. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇതാണ് നമ്മളെ റാം മച്ചാൻ ഗീസ്. റാം മച്ചാൻ ഇവിടെ നിന്ന് പുഷപ്പും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട്. മച്ചാനൊക്കെ കിടിലൻ ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ. ആ ലുക്കൊക്കെ നോക്കി ഗൈസ്. ഇതൊക്കെ നമുക്ക് വിടാൻ പറ്റുമോ? സെറ്റായിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ ക്യാരക്ടർ കാണിക്കുന്നില്ല ഗൈസ്. എൻ്റെ ക്യാരക്ടർ വൻ അലമ്പാണ്. പിന്നെ നമ്മുടെ ക്രൂസർ ദേണ്ട പച്ചപ്പനിയെല്ലാം ഇട്ട് നമ്മൾ അന്ന് കണ്ട പോലെ തന്നെ നിൽപ്പുണ്ട്. എന്നാ ഉടുപ്പൊന്നും വാങ്ങാൻ പറ്റിയാൽ ഞാൻ കുറച്ച് കാറൊക്കെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ പുതിയ കാറ് ദേണ്ട സൈഡിൽ കിടക്കുന്ന. അത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഗീസ്. ഇവന് ഉടുപ്പൊന്നും മേടിച്ചിട്ടില്ലെങ്കിൽ ഗീസ് കുറച്ച് കാറെല്ലാം മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവൻ ഇപ്പം തന്നെ ഈ ഗെയിമിൽ റിച്ച് ആവുന്നതാണ്. ഈ കിടക്കണ M4 ഗീസ് നമ്മുടെ റാം മച്ചാൻ്റെയാണ്. പിന്നെ സെൻട്രൽ കിടക്കണ ഈ സെൻ്റെയാണ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നതാണ് ക്രൂസറിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്രൂസറിൻ്റെ കാർ കേസ് വേറെ ഒരു കളറാട്ടോ. ഈ കളറ് ഒരുമാതിരി ഒരു വെയിലത്തിടുമ്പോൾ അവൻ്റെ കാറിൻ്റെ കളറ് തിരിയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു തണലത്തൊക്കെ ഇടുമ്പോൾ ഗീസ് അതങ്ങനെ ഒരു ഡാർക്കായിട്ടായിരിക്കണേ. പക്ഷേ എൻ്റെ കാർ നേരെ തിരിച്ചാണ് ഗീസ്. വെയിലത്തിടുമ്പോൾ ഒരു കളറും തിരിയില്ല. നോക്കി ആ ഹൈറ്റ് കൂട്ടുന്നുണ്ടാ. എയർ സസ്പെൻഷനൊക്കെ ഉണ്ട് ഗീസ് അതിനകത്ത്. ഈ എയർ സസ്പെൻഷൻ ഭയങ്കര ഉപകാരം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും നിർത്തിയൊക്കെ ഇട്ടൊരു പിക്കൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് താത്തിയിടാം. പിന്നെ ഓടിക്കുമ്പോൾ ഫുള്ള് ഹൈറ്റും കൂട്ടിയിട്ട് അങ്ങ് പോകാം ഗീസ്. അത് നമ്മുടെ CPM 1 കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നൈസായിരുന്നു ഗീസ്. അപ്പോൾ എൻ്റെ ഈ ബുഗാട്ടിക്കും ഉണ്ട് ഗീസ് ആ ഒരു എയർ സസ്പെൻഷൻ. പക്ഷേ ഞാനത് ഇടാൻ മറന്നുപോയി. ഇപ്പോൾ എൻ്റെ ഹൈറ്റെല്ലാം കൂട്ടി വെച്ചേക്കുവാണ്. എന്തായാലും നമുക്ക് ആദ്യം പറഞ്ഞ് ലാഗ് എടുപ്പിക്കാതെ ഗീസ് നേരെ നമ്മുടെ കാർ കൊടുത്തുടന്ന് പോവാം. ഇവിടെ ഒരു കിഡിലൻ സ്ഥലമുണ്ട് ഗീസ്. അങ്ങോട്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. ഒരു ടെമ്പിളൊക്കെ ആയിട്ട് ഞാൻ ഇനി മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗീസ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരെല്ലാം നേരെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാതെ വെറുതെ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഇവിടെ നേരെ പോവാം. നമ്മുടെ ക്രൂസറൊക്കെ നേരെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ക്രൂസറിനോടൊക്കെ ഞാൻ സ്ഥലം മാറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ വേഗത്തിൽ തന്നെ പോകണം. നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ ഗ്രാഫിക്സ് നല്ല രസം കേട്ടോ ഇതിൻ്റെ. ഇതിൽ ഇവർ ഹൈഡ് യു ഒന്ന് മൊത്തം കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് രസം ഉണ്ടായിരുന്നു ഈസി. ഇത് ഹൈഡ് യു ഇട്ടിട്ട് ഒരുമാതിരി ഹൈഡ് യു ഇടാത്ത പോലെ ഇരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഹൈഡ് യു ഇട്ട് വെച്ചേക്കുവാണ്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാം. അപ്പോൾ ഇവിടെ ഭയങ്കര വളവും തിരിവുള്ള റോഡാണ് ഈസി. ഇതിലും കൂടെ നോക്കിയൊക്കെ പോകണം. എൻ്റെ സൈഡിൽ കിടന്ന് ഈ ക്രൂസർ റേസ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ. അവനെ കയറി പോവാണ്. ഞാൻ കയറി പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് ഓരോ ഗിയർ മാറ്റുമ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. നമ്മുടെ CPM 1 പോലത്തെ പൊട്ടലല്ലേ ഈസ്. നല്ല രസമാണ്. നിങ്ങൾ തന്നെ നോക്കിയോ കേസ്. അത് മര്യാദയ്ക്ക് ആയിട്ടില്ല. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ബേക്ക് മച്ചാൻ വരുന്നുണ്ടോ? മച്ചാൻ വരുന്നുണ്ട് ബേക്കിൽ. അപ്പോൾ അതിൻ്റെ പൊട്ടൽ ഞാൻ നിങ്ങളൊന്നുകൂടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ പൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർ എക്സ്ട്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ടല്ലോ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി. അങ്ങനത്തെ ഒരു സൗണ്ടാണ്. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ നോക്കിയോ അത് കേട്ടോ ഈ അത് സെറ്റായിട്ട് പൊട്ടിയായിരുന്നു. ഒന്നും കൂടെ പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ നിന്ന് ഇനി പൊട്ടിക്കാനൊന്നും പറ്റില്ലെന്ന് തോന്നുന്നു. ഒരു വലിയൊരു വളവാണ്. പിന്നെ എന്താണ് ഈ ഇതിനകത്ത് ന്യൂട്രലിൽ ഇട്ടിട്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഓരോ ഗിയർ മാറ്റുമ്പോഴുമാണ് പൊട്ടുന്നത്. അങ്ങനെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ കാറിൽ. അതൊക്കെ മാറ്റാൻ എനിക്ക് പറഞ്ഞുകൂടാ. ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഈ അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു നമ്മളാ നിന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് അങ്ങനെയല്ലേ പോകണ്ടേ. ഫസ്റ്റത്തെ ഇടി ഇടിച്ചിട്ടുണ്ട് ഈ കാർ കൊണ്ട് വന്നിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കണം തോന്നി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാലും വണ്ടി നിൽക്കില്ല. നമ്മളിപ്പോൾ അവിടെ വണ്ടി നിർത്തണമെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് പിടിക്കണം കേസ്. അങ്ങനത്തെ ഒരു ബ്രേക്ക് ഒക്കെ അതിനകത്തിരിക്കുന്നത്. എന്തായാലും കേസ് വീഡിയോ കണ്ടില്ല ഈ ലൈക്ക് അടിച്ചില്ല. ഇപ്പോഴത്തെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇനി കുറച്ച് നേരം കേസ് നമുക്ക് ഒറ്റക്കൈയിലുള്ള ഡ്രൈവിംഗ് സ്കില്ലുകൾ നോക്കാം. ഒറ്റക്കൈ പോകുന്നതുകൊണ്ട് തന്നെ 2 കൈ തന്നെ ഓടിക്കാൻ അറിയത്തില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഒറ്റക്കൈ പോയാൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. ഐശ്വര്യമായിട്ട് നമ്മൾ ആരും തന്നെ പൊട്ട് മച്ചാൻ്റെ M4 ചാമ്പിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കേസ് എങ്ങോട്ടാണ് പോകേണ്ടത്? സ്ട്രെയിറ്റ് അല്ലേ ഇറങ്ങണ്ടേ? ഇപ്പുറത്തെ വഴിയാന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രെയിറ്റ് അല്ലേ കേസ്. ഇതിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇതാണ്ട് കേസ് അങ്ങോട്ടുള്ള എൻട്രൻസിലെത്തി കേട്ടോ. എൻ്റെ വലിയൊരു കവാടം പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് കേസ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം. ഇവിടുത്തെ മരത്തിൻ്റെ ഇലകളുടെ കളർ കണ്ടോ. പിന്നെ ജപ്പാൻ ആകുമ്പോൾ കേസ് ഇങ്ങനെയാണല്ലോ വരുള്ളൂ. ജപ്പാൻകാരുടെ കേസ് ആ ഒരു സ്റ്റൈൽ നല്ല രസം കേട്ടോ. അവരുടെ ഒരു വീടാണോ അത് ടെമ്പിളാണോ അറിയില്ല. ഞങ്ങളെ കാണിച്ചു തരാം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ. അതുപോലെ പൊളിയായിട്ടാണ് ഈ വീടെല്ലാം പണിത് വെച്ചേക്കണം. ഞാൻ മേളിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അവിടെ ചെറിയൊരു കുളം പോലെയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ മച്ചാൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. ക്രൂസർ അവിടെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ക്രൂസറിനെ ഞാൻ കാണുന്നൊന്നുമില്ല ഇത്രയും കയറി വന്നിട്ട്. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് വ്യൂ കാണിച്ചു തരാം നമ്മുടെ കാറിൻ്റെ. ഇപ്പോൾ ഇതാണ് കേസ് നമ്മുടെ കാറിൻ്റെ ലുക്ക്. ഇത് വെയിലത്തോട്ടാണെങ്കിൽ കഴിഞ്ഞാൽ കേസ് ഇതിൻ്റെ ഈ ഒരു യെല്ലോ കളർ കാണത്ത് പോലും ഇല്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് വെയിലത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ എവിടെയും നല്ല വെയിലുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങോട്ട് വെക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ. ഇതിൻ്റെ യെല്ലോ കളർ കേസ് മൊത്തത്തിലങ്ങ് പോകും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേസ്. ഇത് മറ്റേ ടെമ്പിൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ സൈഡിലും കണ്ടില്ലേ അതുപോലെ തന്നെ വലിയ വലിയ വീടുകൾ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി നോക്കാം. പിന്നെ അവിടെ ചെറിയൊരു കുളമുണ്ട് കേസ് ഫ്രണ്ടിൽ. അവിടെ കണ്ടില്ല പാലം പോലെ. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാം. എന്തായാലും ഇവിടെയായിട്ടൊന്നും പാർക്ക് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഈ കാറിൻ്റെ കളർ തിരിയുന്നില്ല വെയിലത്തിറക്കുമ്പോൾ കണ്ടില്ലേ. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും തണൽ നോക്കിയിട്ട് പാർക്ക് ചെയ്യാം. ഈ ക്രൂസറാന്ന് തോന്നി എവിടെയെങ്കിലും വന്ന് നിർത്തിയിട്ട് അവൻ ന്യൂട്രൽ ഇട്ടിട്ട് റേസ് ആക്കിക്കൊണ്ടിരിക്കും കാറ് കടന്നിട്ട്. എന്തായാലും ഞാനിവിടെ ഒരു നല്ല തണൽ നോക്കട്ടെ. ഇവിടെ ഒന്നൊരു തണൽ പോലും കാണുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഒന്ന് പാർക്ക് ചെയ്യണം. ഈ സൈഡിൽ കുറച്ച് തണലുണ്ടോ? ഇവിടെ ഒന്നും തണലില്ലല്ലോ. ഞാൻ പിന്നെ എവിടെ പാർക്ക് ചെയ്യുക? അവിടെ ഫ്രണ്ടിൽ ചെറിയൊരു തണലുണ്ടെന്ന് തോന്നുന്നു. അതിന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെയിലയക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഈ പാലത്തിലൊക്കെ ഒന്ന് കയറി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കാറ് കേസ് ഇവിടെ എങ്ങനെ ഇടാല്ലേ. പക്ഷേ ഈ കളർ വെയിലത്തിറക്കുമ്പോൾ ഒരുമാതിരി അലമ്പായി പോയില്ല. അതുകൊണ്ട് എനിക്കിവിടെ ഇട്ട് പിക്കൊന്നും എടുക്കാൻ പറ്റുമല്ലോ തോന്നുന്നു.
കാരണം ഈ കളറും വെച്ച് അങ്ങനെ പിക്ക് എടുക്കാനാണ്. തൽക്കാലം നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇതാണ് ഈ എൻ്റെ ലുക്ക്, എൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്ക് നോക്കിയത്. എന്തോന്ന് ലുക്കാണിത്. നമ്മുടെ ക്രൂസറിൻ്റെ കാറിൻ്റെ കളർ ഇപ്പം നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. അവൻ്റെ കാറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വെയിലത്തോട്ട് വരുമ്പോൾ ശരിക്കും തിരിയും. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്കായി പോകും. എൻ്റെ നേരെ തിരിച്ചാണ്, തണലത്ത് വെച്ച് കഴിഞ്ഞാലാണ് മര്യാദയ്ക്ക് കളർ തിരിയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ഈ ജപ്പാൻ കാറുടെ വലിയ എന്തോ സംഭവമാണിത്. ഫ്രണ്ടിൽ രണ്ട് പ്രതിമേനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും കാർ വേണ്ട ഈ ഒരു സൈഡിലോട്ടായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രൂസർ അതിനിടയ്ക്ക് ഇതിൻ്റെ മേളിലും എത്തിയോ. എന്നെ വൈബാണ് ഈ സ്ഥലം. നമുക്ക് ഇവിടുത്തെ ഏതായാലും വീട് വാടകയ്ക്ക് വരും ഇവിടെ നിൽക്കാൻ. എവിടെ ഒന്നും ഒറ്റ മനുഷ്യരെ കാണുന്നില്ല. ഇത് ആരോട് ചോദിക്കാനാണോ? അല്ലെങ്കിൽ ശരി, ഇവിടെ ഇത്ര സെറ്റപ്പായിട്ട് ഒറ്റ ആൾക്കാരെ പോലും കാണുന്നില്ല. ഇതൊക്കെ എന്നെ സംഭവം എന്നെങ്കിലും മര്യാദയ്ക്ക് ചോദിച്ചറിയായിരുന്നു. ഇതെന്തോ വലിയ സംഭവമാണ് എന്തായാലും. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി അറിയാവുന്നവരുണ്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇതെന്ത് സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ കിടക്കുന്ന കേസ്. എൻ്റെ കാറിൻ്റെ കളർ ഭയങ്കര ശോകമാണല്ലോ. ഇവിടെ വെയിലടിക്കാതെ വല്ല കാർ ഇടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയാലോ ക്രൂസർ. അങ്ങോട്ട് വല്ലതും പാർക്ക് ചെയ്യായിരുന്നു. അതാ സൈഡിലോട്ട് ആ മരത്തിന്റെ താഴോട്ട് അങ്ങനെ ഇട്ടാൽ മതി. വണ്ടി എടുക്ക്. എന്നാൽ ഇവിടെ നിന്ന് മാറ്റി തരട്ടെ. ഇത് ഒരുമാതിരി എൻ്റെ കാറിൻ്റെ കളർ രസമില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ഷാഡോ അടിക്കുമ്പോൾ കണ്ടില്ലേ കളർ ശരിക്കും തിരിയുന്നത്. ഇതെന്ത് കോപ്പൊക്കെയാണോ ഇത്. നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ച് നോക്കാം. ഏട്ടാ നമുക്ക് കാർ ഫുൾ അങ്ങ് ലോവേഡ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേസ്. ആ ഫ്രണ്ടിലാണല്ലേ ചെറിയൊരു തണൽ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ചെറിയൊരു തണലുണ്ടെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് പോയി നോക്കാം അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഈ ഒരു സ്ഥലം എടുത്തോട്ട് പോകുമ്പോഴെങ്കിൽ തണലുണ്ട്. കണ്ടില്ലേ, ഇപ്പോഴാണ് ആ കാറിൻ്റെ കളർ ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു വന്നത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ലോവേഡ് ചെയ്തിട്ട് നോക്കാം ഈ കാറിൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ കൺട്രോൾ എടുക്കുക. എന്തേ വന്നില്ലേ. നമ്മുടെ റാമച്ചാൻ ഓട്ടോബാക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ കണ്ട് എന്നിട്ട് ഇവിടുന്ന് ഫുള്ളും ഹൈറ്റ് അങ്ങ് കുറച്ച് നോക്കുക. എൻ്റെ മോനെ എന്നാ ലുക്കാന്ന് നോക്കിയാലേ. സൈഡിൽ കേസ് ഒരു M5 അല്ലേ വന്നേക്കണേ. കേസ് റാമിൻ്റെ M5 അങ്ങനെ കേട്ടോ. റാം നേരത്തെ M4 കൊണ്ട് വന്നിട്ട് കണ്ട് ഇപ്പോൾ M5 ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതും പച്ച കളറാണ്. നല്ല രസമുണ്ടല്ലേ. ഞാൻ നിങ്ങൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം M5 ലുക്കെല്ലാം. ഇപ്പോൾ എൻ്റെ ഈ ഗെയിമിലെ കേസ് ഒരു ഡ്രീമാണ് ഈ കിടക്കണ M5. ഇതിനകത്ത് CPM 2 കേസ് M5 കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും ലുക്കാണ്. എന്നാ രസമാണെന്ന് നോക്കി കേസ് അത് കിടക്കുന്ന കാണാൻ. ഒറ്റ മോനെ ആ പച്ച കളറും. ബ്രോ എന്നാ വണ്ടി എടുത്തൊന്ന് ഓടിച്ചു നോക്കിയോ. കാര്യമായിട്ടാണോ പറഞ്ഞത്? ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ആ ബ്രോ കാര്യമായിട്ട് പറഞ്ഞാണ് എടുത്ത് ഓടിച്ചു നോക്കിയോ എങ്ങനെ ഉണ്ടപ്പോഴേ. ഗൈസ് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ എഴുതി കേട്ടോ. നമ്മുടെ റാം മച്ചാനോട് വണ്ടി ഓടിച്ചു നോക്കിക്കോട്ടെ. ഇത് മച്ചാൻ അപ്പം തന്നെ എന്നോട് ഇങ്ങോട്ട് പറയും എടുത്ത് ഓടിച്ചോളാൻ. ഇനിയിപ്പോൾ ഒന്ന് നോക്കാൻ ലേസ് നമുക്ക് ജസ്റ്റ് ഇത് ഓടിച്ചു നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് പൊല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ CPM 1 M5 ഓടിച്ചിട്ടുണ്ട്. M5 നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ CPM 1. പക്ഷേ ഞാൻ CPM 2 ഫസ്റ്റ് ടൈം ആയിരിക്കും കേട്ടോ ഇത് ഓടിക്കുന്നത്. എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ക്രൂസർ അതിനിടയ്ക്ക് കാർ കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നെ പിക്ക് എടുക്കാനുള്ള പരിപാടിയാണോ? പിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? അല്ല പിന്നെ വേണ്ട, നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് വരാം. എന്തായാലും അച്ഛൻ ഓടിച്ചോളാൻ പറഞ്ഞല്ലേ. ക്രൂസറെ വരുന്നുണ്ടെങ്കിൽ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ വരെ പോയിട്ട് വരാം. അണ്ണ M5 എടുത്തോണ്ട് പോകാൻ നോക്കടാ. ഞാനും വരാന്നാ പിന്നെ. വന്ന് കയറാൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിലെ കൂടെ പുറത്തോട്ട് പോകണോ കേസ് ഇതെടുത്തോണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇതെന്തുവാ ഗീസ് നല്ല തുടക്കം തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഗ്രാഫിക്സ് അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഉള്ള ഗ്രാഫിക്സ് നമുക്ക് ഓടിച്ചു നോക്കാം ഗീസ്. ഇത് കുറച്ച് പണിയാണല്ലോ. കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് മെല്ലെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഗൈസ് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ ഈ M5 എടുത്തുകൊണ്ട് പോകുമ്പോൾ. ഞാൻ ഇത്ര നേരം എൻ്റെ വണ്ടി ഓടിച്ചിട്ട് വലിയ ലാഗൊന്നും തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ലാഗ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് ഓടിക്കാനും പറ്റുന്നില്ല. ഇത് അങ്ങോട്ട് സ്റ്റിയറിംഗ് അങ്ങ് തിരിച്ചിട്ട് അങ്ങ് വളഞ്ഞു വരാത്ത പോലെ എന്തോ ഒരു ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം. ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഒരു ലാഗുണ്ട്. ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആയിരിക്കും. ഈ സ്ഥലം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാഗ് പോകാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും എടുക്കണ്ടേ ഇതുപോലത്തെ. പിന്നെ അല്ലാതെ നമുക്കൊരു ദിവസം സെറ്റാക്കാം. ഇത് നല്ല രസമുണ്ടോ ഓടിക്കാം. പക്ഷേ എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട് കേസ്. ഇവിടെ നിന്ന് കുറച്ച് ലാഗ് ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്ക് ഈ റോട്ടിൽ കൂടെ ഓടിച്ചു നോക്കാം കേസ്. ഇപ്പോൾ കുറച്ച് ലാഗ് പറഞ്ഞു കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇതിലേക്കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ ലുക്ക് നോക്കി കേസ് എന്നാ രസമാണ്. ആ ഒരു പച്ച കളറും DR-ലൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ അത്. DR-ലും കൂടെ ഉണ്ടെങ്കിൽ നൈസായേനെ. ഇപ്പം ശരിക്കും നൈസായി കേസ്. മച്ചാൻ ഓട്ടോബാഗ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മച്ചാൻ വരുമോയെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി റെക്കോർഡ് ചെയ്യാം. 2000 years later. ഗൈസ് അപ്പോൾ മച്ചാൻ 2-3 വട്ടം വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും M5 എടുത്തുകൊണ്ട് പോയിട്ട് പോകുന്ന വഴിക്ക് പിന്നെ മച്ചാൻ ഓട്ടോബാക്കായി പോകുമായിരുന്നു. ഇപ്പം മച്ചാനെ കാണുന്നുമില്ല. എനിക്ക് തോന്നുന്നു മൊത്തം ഓട്ടോബാക്കായിട്ട് പോയെന്നാണ്. അപ്പോൾ എന്തെങ്കിലും വല്ല ചെറിയ നെറ്റിൻ്റെ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എന്തായിരുന്നു. മച്ചാനാണോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്? മച്ചാനാണെന്ന് തോന്നുന്നത്. വേണ്ട വരുന്നുണ്ട് പിന്നെ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ഈ മച്ചാൻ ഓട്ടോബാക്കായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ക്രൂസറിൻ്റെ ഈ വണ്ടി ഓടിച്ച് നോക്കാൻ ഓർത്ത്. ഇതിന് കുറച്ചും കൂടെ പവറുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു നല്ല റോഡ് കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് കാല് കൊടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇത് തന്നെ ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വിടുമ്പോൾ തന്നെ ബ്രേക്ക് പിടിക്കുന്നവർക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. അതിനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഹാൻഡ് ബ്രേക്ക് വീണ് കിടക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് തിരികെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കോ. കണ്ടോ കേസ്, ഞാൻ ബ്രേക്കിൽ ഞാൻ തൊടുന്ന പോലുമില്ല. ഞാൻ ബ്രേക്കിൽ പക്ഷേ ബ്രേക്ക് പിടിക്കുന്നുണ്ട് കാറ് തന്നെ. അവിടെ വെഹിക്കിൾ ആരെങ്കിലും വരുന്നുണ്ടോ? ഈ സാറ് വെഹിക്കിൽ വരുന്ന പോലെ തോന്നുന്നുണ്ട്. മിക്കവാറും ക്രൂസർ എങ്ങാനും മറ്റേ കാർ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ? എൻ്റെ കാർ എടുത്തുകൊണ്ട് ജസ്റ്റ് നോക്കട്ടെ. തേട്ടെ ക്രൂസർ തന്നെ വരുന്നുണ്ട് വെഹിക്കിൽ. കണ്ടോ മറ്റേ മച്ചാനെ കാണുന്നില്ല. മച്ചാൻ പിന്നെ ഓട്ടോബാക്ക് ആയെന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഈ കാറാണെങ്കിൽ ഇപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇനി ഇത് ലോവേഡായിട്ട് എങ്ങനെയാണോ കിടക്കുന്ന കേസ് അതുകൊണ്ട് എങ്ങനെയാണോ
നിലത്തങ്ങനെ ഉറയുന്ന വെച്ച് അങ്ങനെ കേൾക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതാ സൈഡിൽ കൂടെ കയറി പോകുന്ന പോയി കേസ് ക്രൂയിസറൊക്കെ ആ കാറും കൊണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നേരെ വെറുതെ ഓടിച്ചിട്ട് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് തന്നെ പോവാം. കേസ് ഞാനങ്ങനെ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോവേഡൊന്നും അല്ല കേട്ടോ, നല്ല ഹൈറ്റായിട്ട് തന്നെ നടക്കുന്നത്. പക്ഷേ തന്നെ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സുഖമില്ലേ, തന്നെ ബ്രേക്ക് പിടിച്ചൊക്കെയാണ് ഈ കാറ് പോകുന്നത്. അപ്പോൾ ക്രൂയിസറൊക്കെ എപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ നമ്മുടെ റാഫറാണ് ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു പരിപാടികളെല്ലാം കഴിയാൻ നേരത്താണ് ഈ റാഫർ വരുന്നത്. കണ്ടില്ലേ, റാഫർ ഒരു ഡോഡ്ജൊക്കെ എടുത്തിട്ടാണ് ഈ വന്നേക്കുന്നത്. കണ്ടില്ലേ. അല്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നെ വീഡിയോ വൈൻഡപ്പാക്കാൻ പോയിനി. ആ വീഡിയോ വൈൻഡപ്പാക്കാൻ പോകുന്നു, ഇപ്പോഴാണ് വരുന്നത്. എന്നാൽ കുഴപ്പമില്ല, നെക്സ്റ്റ് വീഡിയോയിലെങ്ങാനും വരാം. നീ എന്തായാലും കയറിയതല്ലേ, ഒരു പിക്ക് എടുത്തിട്ട് പോവാം. ഞാൻ പിക്ക് എടുത്തിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പാക്കൂടെ. ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു പിക്കും കൂടെ എടുക്കണം. അതുകൂടെ കഴിഞ്ഞ് കേസ് എല്ലാവരും തിരിച്ച് എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഈ ഇന്നത്തെ പരിപാടി. അപ്പോൾ അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാൻ അതിരിക്കും. ബൈ.